നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വന്തം. ഒടുവിൽ കപ്പ് ആർക്ക് എന്നുള്ളത് കോടതിയുടെ മുമ്പിലേക്ക് എത്തുകയാണ്. കോടതി ഒരു വിധി പറയും, കപ്പ് ഇന്ന ടീമിന് കൊടുക്കണം എന്നുള്ളത്. വല്ലാത്തൊരവസ്ഥയാണിത്. കളിക്കളത്തിൽ തീരുമാനമാകാത്ത ഒരു സംഭവം എന്ന രൂപത്തിലേക്കാണ് ഇത് പോകുന്നത്. ചെറിയ കാര്യമൊന്നുമല്ല. ഒരു കോണ്ടിനെൻ്റൽ കപ്പിൻ്റെ ഫൈനലിൽ സംഭവിച്ച കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. ഇപ്പം എന്തായാലും അപ്പീൽ കേൾക്കാൻ വേണ്ടി CAS തീരുമാനിച്ചിരിക്കുന്നു. കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സ്. കളി ഫോളോ ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. ഞാൻ പക്ഷേ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. സംഗതി ആഫ്കോണിലെ വിഷയമാണ്. മൊറോക്കോയും നമ്മുടെ സെനഗൽ ടീമും തമ്മിൽ, അതായത് ആഫ്രിക്കയിൽ നിന്ന് 2 ടീമുകൾ, ഈ 2 ടീമുകൾ തമ്മിൽ ഫൈനൽ മത്സരം കളിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ആ ഫൈനൽ മത്സരം കളിച്ചപ്പോൾ അവസാന നിമിഷം ഒരു പെനാൽറ്റിയുമായി ബന്ധപ്പെട്ട് സെനഗൽ കളി ഉപേക്ഷിച്ച് പ്രതിഷേധിച്ച് മടങ്ങിപ്പോവുകയും ഗ്രൗണ്ട് വിടുകയും സാദിയോ മാനെയും മറ്റുമൊക്കെ വീണ്ടും അവരെ തിരികെ കൊണ്ടുവന്ന് വീണ്ടും കളിച്ചപ്പോൾ ഒടുവിൽ സെനഗലിന് ജയിച്ചു. റഫറി മൊറോക്കോക്ക് അനുകൂലമായിട്ട് വിസിലൂരി എന്നുള്ളതായിരുന്നു അവരുടെ പരാതി. ഏതായാലും ഒടുവിൽ സെനഗൽ ജയിച്ച് കപ്പും കൊണ്ടുപോയതാണ്. എന്നിട്ടോ പിന്നീട് ഒരു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം ആഫ്രിക്കൻ ഫുട്ബോൾ ഫെഡറേഷൻ ഒരു വിധി അങ്ങ് പറഞ്ഞു, കപ്പ് സെനഗലിന് കൊടുക്കാൻ പറ്റില്ല, കപ്പ് മൊറോക്കോ കൊടുക്കുകയാണ്. അതായത് സെനഗൽ കളിക്കളം വിട്ട ആ സമയത്ത് ഒരു മാച്ച് ഫോർഫിറ്റ് ചെയ്തായിട്ട് കണക്കാക്കുന്നു. മൊറോക്കോ 3 ഗോൾ ജയിച്ചായിട്ട് പ്രഖ്യാപിക്കുന്നു. കപ്പ് മൊറോക്കോക്ക്. കളിക്കളത്തിൽ ജയിച്ചത് സെനഗൽ, എന്നാൽ കോൺഫെഡറേഷൻ്റെ വിധി പ്രകാരം ജയിച്ചത് മൊറോക്കോ. ആകെ കൺഫ്യൂഷനും പ്രശ്നവുമായി. ഒടുവിൽ സെനഗൽ ഇതിനെതിരെ അപ്പീലുമായിട്ട് CASലേക്ക് പോയിരുന്നു. എന്നാൽ അപ്പീൽ കേൾക്കാൻ, വാദം കേൾക്കാനുള്ള ഒരു ഡേറ്റ് ഇതുവരെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ CAS ഒഫീഷ്യലി അക്കാര്യം അറിയിച്ചിരിക്കുകയാണ്. അപ്പീൽ കേൾക്കാനുള്ള ഡേറ്റ് കൊടുത്തിരിക്കുന്നു. അത് ഒക്ടോബർ 8. അതായത് സെനഗൽസ് അപ്പീൽ ടു റീഗെയിൻ ആഫ്രിക്ക കപ്പ് ഓഫ് നേഷൻ ടൈറ്റിൽ ഇറ്റ് വൺ ഇൻ chaotic ഫൈനൽ അഗെയിൻസ്റ്റ് ഹോസ്റ്റ് നേഷൻ മൊറോക്കോ ഇൻ ജാനുവരി വിൽ ബി ഹെഡ് അറ്റ് സ്പോർട്സ് ഹയസ്റ്റ് കോർട്ട് ഓൺ ഒക്ടോബർ 8. ഒക്ടോബർ 8 അവരുടെ അപ്പീൽ ഇപ്പം CAS കേൾക്കും എന്ന കാര്യം അറിയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ ദിവസമാണ് ഈ വിഷയത്തിൽ അവർ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരു തീരുമാനം അറിയിച്ചിരിക്കുന്നത്. അതിൽ CASൻ്റെ അതോറിറ്റി പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ അപ്പീൽ കേൾക്കുക ബിഹൈൻഡ് ക്ലോസ്ഡ് ഡോർസ് ആയിരിക്കും. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ലോസേനിലുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ടായിരിക്കും ഈ അപ്പീൽ വാദം കേൾക്കുക. അതിന് കൃത്യമായിട്ടുള്ളൊരു ടാർഗറ്റ് ഡേറ്റ് ഇല്ല ഫോർ എ വേർഡിക്റ്റ്. അതാണ് ഒരു പ്രശ്നം. വിത്ത് നോ ടാർഗറ്റ് ഡേറ്റ് സെറ്റ് ഫോർ എ വേർഡിക്റ്റ്. എന്ന് വിധി പറയുമെന്നുള്ളതിനൊരു കൃത്യമായിട്ടുള്ള ഡേറ്റ് പറഞ്ഞിട്ടില്ല. ചിലർ ഈ ഒക്ടോബർ 8 വിധി പറയുന്ന തരത്തിലൊക്കെ വാർത്തകൾ തെറ്റായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നത്. അതല്ല, ഒക്ടോബർ 8 ഇതിൻ്റെ വാദം കേൾക്കും എന്നുള്ളതാണ് ഇപ്പോൾ CAS അറിയിച്ചിരിക്കുന്നത്. CASൻ്റെ ജഡ്ജസ് ടിപ്പിക്കലി ഒരുപാട് മാസം എടുത്താണ് അവരുടെ തീരുമാനങ്ങൾ പറയാറുള്ളത്. ചുരുക്കി പറഞ്ഞാൽ ഇതിനിയും മാസങ്ങൾ നീണ്ടിട്ടൊക്കെയാണ് ഒരു വിധി വരികയുള്ളൂ എന്ന് വേണം കരുതാൻ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.